ക്ലാസ്സസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകളായില്ലേ? ഓരോ ക്ലാസ്സിലും ഓരോ സബ്ജക്റ്റിന്റെയും ഒരു ചാപ്റ്റർ അല്ല, 2 ചാപ്റ്റർ അല്ല, 3 ചാപ്റ്റേഴ്സും 4 ചാപ്റ്റേഴ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് ടെസ്റ്റുകളും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അതിന്റെ റിസൾട്ടുകളും വരുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് ടെസ്റ്റുകളുടെ എല്ലാം അറ്റത്തായിട്ട് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ടേം വൈസ് ആയിട്ടുള്ള എക്സാംസ് ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ടേം എക്സാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 ചാപ്റ്ററോ 2 ചാപ്റ്റർ ആവില്ല. നമ്മൾ ഇത്ര നാൾ ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു, ചിലപ്പോൾ 4 ചാപ്റ്റേഴ്സ് ആവാം, ചിലപ്പോൾ 3 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കാം ഇനി നിങ്ങളെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മൾ CBSE 10th എത്തി നിൽക്കുമ്പോൾ ജസ്റ്റ് പാസ് എന്നുള്ളതായിരിക്കില്ല മക്കളുടെ ആരുടെയും ലക്ഷ്യം. എല്ലാവരുടെയും മൈൻഡിൽ എന്താണുള്ളത്? ഫുൾ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഫുൾ A1 വാങ്ങണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ ഒരു ഡ്രീമിലേക്ക് എത്താനായിട്ട് ജസ്റ്റ് ലാസ്റ്റ് നടക്കുന്ന എക്സാമിന് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? നമ്മുടെ ജനുവരി ആ ഒരു സമയത്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? അല്ല, നമ്മുടെ ബോർഡ് എക്സാംസിന് മുന്നേയുള്ള 1 മാസം കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. അത്രയും നമുക്ക് ആ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് എത്ര ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ ഒരു ചേഞ്ച് ആ സമയത്ത് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ മക്കളെ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ബാച്ചസും കാര്യങ്ങളെല്ലാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ NCERT മാത്രമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും, നിങ്ങൾക്ക് എന്തായാലും ഒരു 70 to 80% മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഷുവർ ആണ്. പക്ഷേ ഈ NCERT മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് ഡൗട്ടാണ്. കാരണം NCERT-ന്ന് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി അതല്ലാതെ നമുക്കറിയാം, നമുക്ക് കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ അസേർഷൻ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് NCERT മാത്രം പോരാ, നമ്മളിപ്പം തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസും എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും ഒപ്പം ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസും. അപ്പൊ ഇതെല്ലാം അടിപൊളിയായിട്ട് സോൾവ് ചെയ്യണം, സൊല്യൂഷൻ കണ്ടെത്തി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല, ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡ് ആവശ്യമായിട്ട് വരും അല്ലേ? അപ്പൊ ഈ ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യ CBSE ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബാച്ച് വഴിയായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മാത്സിന്റെയും സയൻസിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 സബ്ജക്റ്റിന്റെയും അടിപൊളിയായിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ എല്ലാം ഫ്രീ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഓരോ ടെസ്റ്റ് പേപ്പേഴ്സും നമ്മൾ എത്രത്തോളം നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള നമ്മുടെ വിന്നറിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് മിസ് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ? നമ്മൾ എഴുതുന്ന ഓരോ കുഞ്ഞു എക്സാംസിനും ലാസ്റ്റിലേക്കുള്ള നമ്മുടെ ബോർഡ് എക്സാംസിലേക്കുള്ള വലിയൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു എക്സാംസ് നമ്മൾ ക്ലാസ്സിൽ ഫേസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബാച്ചസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്താൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു അക്കാദമിക്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.